ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാടൻ മിക്സർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് കടലമാവ് കുഴച്ചത്, പിന്നെ കറിവേപ്പില, കപ്പലണ്ടി, പൊട്ടുകടല, വറമുളക്, പിന്നെ നമുക്ക് വെളുത്തുള്ളി, കടലമാവ് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തത്, അവൽ എന്നിവയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മാവ്, നമ്മുടെ സേവനാഴിയാണ് നല്ലത്, അതുവഴി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ച് പതുക്കെ അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളതിനെ കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, അതിന് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പതുക്കെ എടുത്ത് മാറ്റി വെക്കാം. അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗണിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റുള്ള മാവും അതേപടി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. സേവനാഴിയായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ബൂന്തി ഇതുപോലെ ഓട്ടയുള്ള എന്തെങ്കിലും തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അതേ നമ്മൾ കടലമാവ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ബൂന്തിയും കൂടെ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ബൂന്തി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതും ഇതേ രീതിയിൽ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് വാരി കൊട്ടുക. അതേപോലെ തന്നെ നമ്മുടെ മിച്ചമുള്ള കടലമാവും അതേപടി നന്നായിട്ട് ബൂന്തി ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് പതുക്കെ അത് ഒരുപാട് കരിയാതെ നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കോരി കൊട്ടുക. ഇത് നന്നായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. നല്ല കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബൂന്തി എടുത്ത് നല്ലൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെക്കുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കപ്പലണ്ടി വറുക്കുക. അത് നേരെ ചൂടെണ്ണയിലേക്ക് ഇട്ടുക. നന്നായിട്ട് വറുത്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള കപ്പലണ്ടി പൂർണ്ണമായിട്ടും ഇതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതാണ്. വറുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് കരിക്കാണ്ട് നോക്കുക. കരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഏകദേശം ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് മാറ്റാം. വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കത് മാറ്റാം. ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും വിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ വറ്റൽമുളകും ഒരു 2-3 വറ്റൽമുളക് മതിയാവും. അതും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റായിട്ട് സ്പൈസി ആയിട്ടും പിന്നെ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ മിക്സർ നല്ല രുചി ഉണ്ടാവും. സോ നന്നായിട്ട് ഇതാ വറുത്ത് നമുക്കൊരു പാകത്തിന് വറുത്താൽ മതി, ഒരുപാട് വറുക്കണ്ട. ആയിട്ടുണ്ട്. നമുക്കത് പതുക്കെ എടുത്ത് അത് മാറ്റി വെക്കാം. നന്നായിട്ട് കോരിയെടുത്ത് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അവൽ അത് നമുക്ക് വറുത്തെടുക്കാം. അപ്പം എല്ലാം ഇതിനകത്ത് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും മാക്സിമം വറുത്തെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. എണ്ണയിൽ വറുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മാക്സിമം ഉള്ളത്. സോ
എല്ലാം നല്ല പാകത്തിന് എണ്ണയിൽ വറുത്തെടുത്താൽ തന്നെ മതിയാകും. അതിനുശേഷം നമ്മൾ വലിയൊരു തട്ടിനകത്തോട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മിക്സറിൻ്റെ നമ്മുടെ കടലമാവ് ആദ്യം ഫ്രൈ ചെയ്ത് ഒരു തട്ടിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എല്ലാം കൂടെ ഇതിലൂടെ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പൊട്ടുകടലയും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായി ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് എരിവിനുള്ളത് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടതിന് ശേഷം ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. ഇത് വീഡിയോയിലായതുകൊണ്ട് ഞാനത് സ്പൂൺ വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. നന്നായി കൈകൊണ്ട് നല്ല പൊടിച്ച് നല്ല മിക്സ് ചെയ്ത് ചേർക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മുളകും മസാലയൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട്, ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നമുക്ക് 4 മണിക്ക് ചായയോടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ് മിക്സർ. സോ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്ത് നോക്കാം. നമുക്കൊരു കടലമാവിൻ്റെ ആവശ്യം മാത്രം മതി. പിന്നെ കുറച്ച് കപ്പലണ്ടിയും ഉണ്ടെങ്കിൽ നല്ലൊരു മിക്സർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.